ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികൾ സമൂഹമേ, നിങ്ങളേവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവരുന്നത് 3-ാം സങ്കീർത്തനം. പീഡിതരുടെ പ്രത്യാശയും അഭയവുമായ ദൈവം. പീഡിതരുടെ പ്രത്യാശയും അഭയവുമായ ദൈവം എന്നാണ് ഈ വേദഭാഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ പ്രാർത്ഥനാ സങ്കീർത്തനം പ്രഭാത നമസ്കാരത്തിൽ അനുയോജ്യമാണ്. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു, 5-ാമത്തെ വാക്യത്തിൽ എന്നുള്ള പ്രസ്താവന അത് സാധൂകരിക്കുന്നു. അടുത്തു വരുന്ന 4-ാം സങ്കീർത്തനം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ചേരുന്നതുമാണ്. ഈ 2 സങ്കീർത്തനങ്ങളും തമ്മിൽ സാമ്യമുണ്ട്. രണ്ടിലും 8 വാക്യങ്ങൾ വീതമാണ് ഉള്ളത്. 4ആയി വിഭജിക്കത്തക്കവണ്ണമുള്ള ഘടനയോടെ ഈ സങ്കീർത്തനത്തിൻ്റെ സന്ദർഭം ദാവീദ് തൻ്റെ മകനായ അബ്ശാലോമിൻ്റെ മുമ്പിൽ നിന്നും പലായനം ചെയ്തപ്പോൾ രചിച്ചതെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 ശമൂവേൽ 15:14. ഇതിൽ പ്രതിഫലിക്കുന്ന ദാവീദിൻ്റെ വികാരങ്ങൾ ദാവീദ് പുത്രനായ ക്രിസ്തുവിൻ്റെ അനുഭവത്തിൽ യാഥാർത്ഥ്യമാണ്. സ്വന്തം ജനം തനിക്കെതിരായി എഴുന്നേറ്റതും അവിടുന്ന് കെദ്രോൻ തോട്ടിൻ്റെ അക്കരയ്ക്ക് പോകുന്നതും പിതാവിനെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുന്നതും ഇവിടെ ഓർക്കാം. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു എന്നത് ക്രിസ്തുവിൻ്റെ മരണത്തെയും മഹത്വത്തെയും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിനെയും സൂചിപ്പിക്കുന്നതായി ചൂണ്ടി കാണിക്കാം. ജീവിതത്തിൽ ഉപദ്രവങ്ങളും പ്രതിസന്ധികളും നേരിട്ട് നിരാശയിലും അധൈര്യത്തിലും കഴിയുന്നവർക്ക് ഈ സങ്കീർത്തനം പ്രത്യാശയും ഉറപ്പും ആത്മധൈര്യവും നൽകാതിരിക്കുകയില്ല. കുടുംബ തകർച്ചകളും സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റും വൈഷമ്യങ്ങളും നേരിടുന്ന ഏതൊരാൾക്കും ഉത്തേജനം പകരുന്നതാണ് ദാവീദിൻ്റെ ഈ ആത്മാലാപം. ഇതിൻ്റെ ഘടനയുടെ അടിസ്ഥാനത്തിൽ തന്നെ 4ആയി ഈ സങ്കീർത്തനത്തെ നമുക്ക് വിഭജിക്കാം. വാക്യം 1-2 ദാവീദിൻ്റെ ദുസ്തുതി. ഹൃദയവേദനയോടെ ദാവീദ് വിലപിക്കുന്നത് തനിക്കെതിരായി അബ്ശാലോമും അവൻ്റെ പിന്തുണയ്ക്കുന്നവരും എഴുന്നേറ്റിരിക്കുന്നു എന്നതാണ്. ദാവീദിനെ സേവിച്ചു നിന്നവർ കൊഴിഞ്ഞുപോയി ശത്രുപക്ഷത്തായിരിക്കുന്നു. നാം പലപ്പോഴും ചിന്തിക്കുന്നത് കഷ്ടങ്ങളും വിഷമതകളും കൂട്ടമായി വരുന്നു എന്നതാണ്. ദൈവത്തിൽ നിന്ന് ദാവീദിന് രക്ഷ ലഭിക്കുകയില്ല എന്ന് ശത്രുക്കൾ പറയുന്നത് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കുന്നതായും നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. വാക്യം 3-4 നോക്കുമ്പോൾ നാം കാണുന്നത് ദൈവത്തിലുള്ള ദൃഢമായ വിശ്വാസം. തൻ്റെ ദുസ്തുതി പ്രസ്താവിച്ച ശേഷം ദൈവത്തിലുള്ള തൻ്റെ ഉറച്ച വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്നു. ദൈവത്തെപ്പറ്റി 3 കാര്യങ്ങൾ പറയുന്നു. അത് തൻ്റെ അനുഭവത്തിൽ നിന്നും ബോധ്യപ്പെട്ടവയാണ്. ചുറ്റിലും പരിചയായി വർത്തിക്കുന്നു എന്ന് 1-ാമത് പറയുമ്പോൾ ശത്രുവിൻ്റെ കടന്നാക്രമണത്തെ പ്രതിരോധിക്കുന്ന ആയുധമാണ് പരിച. യഹോവയെ പരിച എന്ന് പല സങ്കീർത്തനങ്ങളിലും വിശേഷിപ്പിക്കുന്നുണ്ട്. 18-ാം സങ്കീർത്തനം 2-ലും 28-7-ലും 119-114-ലും ഇത് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് തൻ്റെ ചുറ്റിലും പരിച എന്നാണ് സൂചിപ്പിക്കുന്നത്. സമ്പൂർണത, സംരക്ഷണമാണ്. 2-ാമത്തത് എൻ്റെ മഹത്വം. സങ്കീർത്തനക്കാരൻ്റെ മഹത്വം ദൈവത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. ദൈവം തന്നെ മഹത്വം അണിയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അനേകർ തനിക്കെതിരായി എഴുന്നേറ്റിരിക്കുന്നു എന്നും പറഞ്ഞിട്ടാണ്. 3-ാമത്തത് എൻ്റെ തല ഉയർത്തുന്നവൻ. ദൈവീക വിടുതലിലുള്ള ഉയർച്ച വിശ്വാസം ഈ വാക്കുകളിലുണ്ട്. ദുഃഖവും നിരാശയും നിമിത്തം ശിരസ് നമിക്കേണ്ടി വന്നാലും സന്തോഷത്തിൻ്റെയും കൃതജ്ഞതയുടെയും അനുഭവത്തിൽ തന്നെ തല ഉയർത്തിപ്പിടിക്കുവാൻ യഹോവ സംഗതിയാക്കുന്നു എന്ന് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. ഈ വാക്യത്തിൽ ദൈവത്തിൻ്റെ 3 തരത്തിലുള്ള കാരുണ്യം കാണാം. സംരക്ഷണം, മഹത്വീകരണം, വിജയം എന്നിവ. ദൈവത്തിലുള്ള ദൃഢവിശ്വാസം പ്രഖ്യാപിച്ച ശേഷം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ഉച്ചത്തിൽ നിലവിളിക്കുന്നു എന്നതാണ്. നിശബ്ദമായ പ്രാർത്ഥനകളും നിശ്ചയമായും ദൈവം കേൾക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വാക്യം 5-6 രാത്രിയിൽ ഭദ്രമായ നിദ്ര. അനുദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ സംരക്ഷണവും സൂക്ഷിപ്പും തനിക്ക് ലഭിക്കുന്നത് അനുസ്മരിക്കുന്നു. അതുകൊണ്ടാണ് രാത്രിയിലെ ഉറക്കവും പ്രഭാതത്തിലെ ഉറക്കവും സാധ്യമാകുന്നത്. ഇന്ന് അനേകർക്കും സാധ്യമാകാത്ത ഒന്നാണ് സുഖമായ ഉറക്കം. പലരും ഉറക്കഗുളിയെ ആശ്രയിക്കുന്നു. മാനസികമായ സംഘർഷത്തിലും അസ്വാസ്ഥ്യവുമാണ് ഉറക്കത്തെ അകറ്റുന്നത്. എന്നാൽ
ദൈവത്തിൽ പൂർണ്ണ വിശ്വാസവും ആശ്രയവും അർപ്പിക്കുന്നവർക്ക് സുഖമായ നിദ്ര ലഭിക്കുന്നുവെന്നും നമുക്ക് എവർക്കും അറിയാം. 6-ാം വാക്യം വെളിപ്പെടുത്തുന്നത് സങ്കീർത്തനക്കാരൻ്റെ സധൈര്യമാണ്. തൻ്റെ ശത്രുക്കളുടെ ശക്തിയെ ചെറുതായി കാണുന്നില്ല. അവർ എത്ര തന്നെ വലുതായാലും സംഘടിതരായാലും തനിക്ക് ഒട്ടും ഭയമില്ല. ഈ ആശ്രയം മറ്റൊരു സങ്കീർത്തനത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കുമെന്ന് 27-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിലും പറയുന്നുണ്ട്. യഹോവേ എന്ന് പൊതുവായി സംബോധന ചെയ്തതിനു ശേഷം എൻ്റെ ദൈവമേ എന്ന് കൂട്ടിച്ചേർക്കുന്നതായി നമുക്ക് 7-8 വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കും. സഹായത്തിനുള്ള അപേക്ഷയും വിശ്വാസ പ്രഖ്യാപനവുമാണ് ഇതിൽ നാം കാണുന്നത്. ഏക പ്രത്യാശ ദൈവത്തിന് മാത്രമാണ്. അവിടുന്ന് യഥാസമയം എഴുന്നേറ്റ് പ്രവർത്തിക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, യഹോവേ എഴുന്നേൽക്കണമേ. അവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ എല്ലാം ശുഭമായി ഭവിക്കും. മറ്റൊരു സങ്കീർത്തനത്തിൽ പ്രസ്താവിക്കുന്നു, ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നുവെന്ന് 68-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിലും എടുത്ത് പറയുന്നുണ്ട്. സഹായത്തിനുള്ള അപേക്ഷയ്ക്ക് ശേഷം ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. ഇത് സങ്കീർത്തനങ്ങളിൽ ആവർത്തിക്കപ്പെടുന്ന പ്രഖ്യാപനമാണ്. പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും സന്ദേശമാണ്. ഇത് നമ്മുടെ ഹൃദയങ്ങളിൽ ഉല്ലേഖനം ചെയ്യപ്പെടേണ്ടതും നാവുകൊണ്ട് ഉദ്ഘോഷിക്കപ്പെടേണ്ടതുമാണ്. രക്ഷ എന്നുള്ളത് ദുർഘടസന്ധിയിൽ നിന്നുള്ള വിടുതലാണ്, അപകടത്തിൽ നിന്നുള്ള മോചനമാണ്. ഏറ്റവും വലിയ പ്രതിസന്ധി നാം പാപത്തിലും തിന്മയിലുമായിരിക്കുന്നു എന്നതാണ്. അതിൽ നിന്നുള്ള വിമോചനം ദൈവം സാധ്യമാക്കുന്നു. മാനുഷികമായി നാം പരാജയപ്പെടുന്നിടത്ത് ദൈവം നമ്മെ ഉദ്ധരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. രക്ഷയോടൊപ്പം ലഭ്യമാകുന്നത് അനുഗ്രഹമാണ്. ജീവിത പ്രതിസന്ധികളിൽ നടുവിൽ ഒരു സാധാരണ ജീവിതം ദൈവത്തോടുള്ള ബന്ധത്തിൽ നിലനിർത്തുന്നതിലുള്ള ദൈവീക ശക്തിയുടെ അനുഭവമായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുന്നത്. രക്ഷയും അനുഗ്രഹവും ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ലഭിക്കുമ്പോൾ ഒരു വിശ്വാസി ധന്യനായിത്തീരുന്നു. നാസിയാൻസിയിലെ ഗ്രിഗോറിയോസ് പറയുന്നു, ദൈവം നൽകുമ്പോൾ അസൂയയ്ക്ക് ഒരു പ്രസക്തിയുമില്ല. ദൈവം നൽകാതിരിക്കുന്നാൽ അധ്വാനത്തിന് പ്രയോജനമില്ല. പൗലോസ് ശ്ലീഹ ചോദിക്കുന്നു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? റോമർ 8:31. ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കിട്ടുന്ന സന്ദേശം എന്ന് പറയുന്നത്, ഈ സങ്കീർത്തനത്തിൻ്റെ കാതലായ സന്ദേശം 3 വാക്കുകളിൽ സംഹരിക്കാം: പരിശോധന, ആശ്രയം, വിജയം. ദാവീദിനെ പോലെ പല വിവിധത്തിലുള്ള പ്രശ്നങ്ങളും വൈഷമ്യങ്ങളും ശക്തമായി നമുക്ക് നേരിടുന്നുണ്ടാവും. പക്ഷേ അവിടെ കരണീയമായിട്ടുള്ളത് വിശ്വാസത്തോടെ ദൈവത്തെ നോക്കി അപേക്ഷിക്കുക എന്നതാണ്. തടവറയിൽ കഴിഞ്ഞ പൗലോസിനെയും ശീലാസിനെയും പോലെ അപ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നെത്തും. രക്ഷയും അനുഗ്രഹവും നമുക്ക് സംപ്രാപ്യമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവിടെ 3 അധ്യായങ്ങൾ സങ്കീർത്തനങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടു. ഇതിൽ 18-26, അതായത് 26 വാക്യങ്ങളാണ് ഇതേവരെ നമ്മൾ കണ്ടത്. ആദ്യത്തേതിൽ 6, രണ്ടാമത്തേതിൽ 12, മൂന്നാമത്തേതിൽ 8. അതായത് 6, 12, 18, 26 വാക്യങ്ങൾ നമ്മൾ ഇതേവരെ കണ്ടു കഴിഞ്ഞു. ഇനിയും അടുത്തത് 4-ാമത്തേതാണ്. അതും ദൈവം അനുഗ്രഹിക്കുന്നുവെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ഇടാമെന്ന് കരുതിക്കൊണ്ട് നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.